സാർ, ഈ നമ്മൾ കെ സുധാകരൻ ഉറച്ചു തന്നെ നിൽക്കുകയാണ്. അതായത് തനിക്ക് ഒരുപാട് ഉറപ്പുകൾ ലഭിച്ചു. അടുത്ത മന്ത്രിസഭയിൽ സ്ഥാനം ലഭിക്കുമെന്നുള്ള ഉറപ്പ് ലഭിച്ചിരുന്നു. അതോടൊപ്പം തന്നെ താൻ നിർദ്ദേശിക്കുന്ന ആളിനെ തന്നെ KPCC പ്രസിഡന്റ് ആക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇത്തരം നിർദ്ദേശങ്ങൾ ഉള്ളതുകൊണ്ടാണ് താൻ മാറിയതെന്നുള്ള രീതിയിലാണ് കെ സുധാകരൻ പറയുന്നത്. അത് മാത്രമല്ല, സീറ്റ് പിടിക്കുന്നതിന് വേണ്ടി നിലവിലെ MP-മാരടക്കം മത്സരരംഗത്തേക്ക് ഇറക്കാനുള്ളൊരു തീരുമാനം കോൺഗ്രസ് എടുത്തിട്ടുണ്ട്. അടൂർ പ്രകാശ് അടക്കം. അടൂർ പ്രകാശ് ഇപ്പോൾ കോന്നിയിലേക്ക് മത്സരിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതേസമയം ശശി തരൂരിനെ തൽക്കാലം MP സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ടതില്ലെന്നുള്ള തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട്. എന്തായിരിക്കും കോൺഗ്രസിൻ്റെ ഇനി അടുത്ത ഭാവി പദ്ധതികൾ? എന്തായാലും നമുക്കറിയാം, കെ സുധാകരൻ ഒഴിഞ്ഞത് ഒട്ടും തൃപ്തിയോടെയല്ലല്ലോ. ഒട്ടും തൃപ്തിയോടെയല്ല. കൃത്യമായ ഉറപ്പുകൾ ലഭിച്ചത് കൊണ്ട് തന്നെ ആകണം അദ്ദേഹം മാറിയത്, ഒഴിഞ്ഞു കൊടുത്തത്. പിന്നെ അങ്ങനെ എഴുതി തള്ളാൻ പറ്റിയ ഒരാളുമല്ലല്ലോ കെ സുധാകരൻ. കേരള രാഷ്ട്രീയത്തിലെ, കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തിൽ അങ്ങനെയുള്ള ഒരാളുമല്ലല്ലോ. അപ്പോൾ അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനം തന്നെ ആയിരിക്കാം കോൺഗ്രസിന് അധികാരം ലഭിച്ചു. പറഞ്ഞു കേൾക്കുന്ന പേരുകൾ വേറെ ചിലതുണ്ടെങ്കിലും അതിലേറെ സാധ്യതകൾ സത്യത്തിൽ കെ സുധാകരനുണ്ട് എന്നതാണ് വസ്തുത. കാരണം നമുക്കറിയാം, ഈ ഈഴവ സമുദായത്തിൽ നിന്ന് MLA-മാർ തന്നെ ഇല്ലായിരുന്നു കോൺഗ്രസിന് ഈ കഴിഞ്ഞ പിന്നെ നിയമസഭയിൽ ഇല്ലായിരുന്നു. പലപ്പോഴും കോൺഗ്രസിന്റെ ഒരുപാട് നേതാക്കന്മാരുണ്ടായിരുന്ന ഒരു സമുദായമാണ്. ആർ ശങ്കർക്ക് ശേഷം ഒരാൾ മുഖ്യമന്ത്രി ആയിട്ടുമില്ല ആ സമുദായത്തിൽ എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ അദ്ദേഹത്തിന്റെ മുമ്പിൽ അങ്ങനെ ഒരുപാട് സാധ്യതകളുണ്ട്. അത് അദ്ദേഹം ഉപയോഗിക്കും എന്ന് തന്നെ വേണം കരുതാൻ. അതായത് നേതൃത്വത്തിലേക്ക് പിന്നെ അദ്ദേഹത്തിന് ഒരു അതൃപ്തിയോടുകൂടി ഒഴിഞ്ഞു കൊടുത്തെങ്കിൽ ഈ പറഞ്ഞ ഉറപ്പുകളൊക്കെ കൃത്യമായിട്ടും അദ്ദേഹം നിർദ്ദേശിച്ച ആൾ തന്നെയാണല്ലോ ഒരു പരിധിവരെ KPCC പ്രസിഡന്റ് ആയിരുന്നു. കണ്ണൂർ DCC പ്രസിഡന്റ് ആയിരുന്നാലും അദ്ദേഹത്തിന്റെ അനുയായിമായിരുന്ന ആളാണല്ലോ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്ന ശ്രീ സണ്ണി ജോസഫ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിന് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കൊടുക്കാം. വിജയസാധ്യതയാണല്ലോ കോൺഗ്രസ് നോക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇവരിൽ ചിലരെയൊക്കെ സ്ഥാനാർത്ഥികളാക്കിയേ പറ്റൂ. ഈ പറയുന്നത് പോലെ അടൂർ പ്രകാശ് കോന്നിയിൽ നിന്നാണെങ്കിൽ വിജയസാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം കോന്നിയിൽ നിന്ന് പരാജയപ്പെട്ടിട്ട് ഇല്ലെന്ന് മാത്രമല്ല, ഒരു പോൾ മാനേജ്മെന്റിൽ ഏറ്റവും കൂടുതൽ വിദഗ്ധനായ ഒരു വ്യക്തി കൂടിയാണ് ഈ അടൂർ പ്രകാശ്. അപ്പം ഈ ഉയർന്നു വരുന്ന, നമ്മൾ പരിഗണിക്കപ്പെടുന്ന മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പോലും പരിഗണിക്കപ്പെടാവുന്ന നേതാക്കന്മാരാണ് കെ സുധാകരനും അടൂർ പ്രകാശും ഇന്നത്തെ സാഹചര്യത്തിൽ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ. അപ്പൊ അതുകൊണ്ട് പിന്നെ അങ്ങനെ സുധാകരൻ ആശിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അല്ലെ, അദ്ദേഹം ആ പ്രതീക്ഷയോടെ അദ്ദേഹത്തിന് ഉണ്ടാകാം. ശശി തരൂരിന്റെ കാര്യം വളരെ ശരിയാണ് പറഞ്ഞത്. കാരണം ശശി തരൂരിനെ നമുക്കറിയാം, ഈ ഒരു ലീഡർ, ഒരു നേതൃത്വ പ്രതിസന്ധിയാണ് കേരളത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് എന്നതൊരു വസ്തുതയാണ്. ഇപ്പം പിണറായി വിജയൻ ഇപ്പം വലിയ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് കരുതപ്പെട്ടിരുന്ന ഒരു സംസ്ഥാനത്ത് 2 തവണ കഴിഞ്ഞ് 3-ാം തവണയും അധികാരത്തിൽ എത്തുന്നതിനെ പറ്റിയാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ടീം ആലോചിക്കുന്നത്. പിണറായി വിജയനെ മുഖ്യമന്ത്രിയാക്കി പ്രൊജക്ട് ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കും അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം മത്സരിക്കുന്നത് എന്നും ഏതാണ്ട് ഉറപ്പാണ്. അതിൽ അവരെ സംബന്ധിച്ചിടത്തോളം ആശയക്കുഴപ്പമില്ല, നേതൃത്വത്തെ പറ്റി യാതൊരു വിധമായ ആശയക്കുഴപ്പമില്ല. അപ്പോൾ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അതുപോലെ ഉയർത്തി കാണിക്കാൻ ഒരാളില്ല കൃത്യമായി എന്നുള്ളതാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പരാജയമെന്ന് വളരെ കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അത് ആരായി തീരും എന്നുള്ളതാണ്. പറഞ്ഞ രമേശ് ചെന്നിത്തലയെ പറ്റി പറയുന്നുണ്ട്, VD സതീശനെ പറ്റി പറയുന്നുണ്ട്. പക്ഷേ പിന്നെ ഒരർത്ഥത്തിൽ ഇപ്പോൾ ശശി തരൂരിനെ പരിഗണിക്കത്തില്ല എന്നുള്ളത് ഏതാണ്ട് ഉറപ്പാണ്. കാരണം ശശി തരൂർ അനഭിമതനായി കഴിഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ് രാഷ്ട്രീയത്തിലും കോൺഗ്രസ് നേതൃത്വത്തിന് അനഭിമതനായി കഴിഞ്ഞല്ലോ. അത് നമുക്ക് ഈ എന്നും അങ്ങനെയാണ്. ശശി തരൂര് ഈ ഒരു ഗ്യാപ്പിൽ, ഒരു നേതൃത്വ വിടവിൽ എത്തിച്ചേരാനുള്ള വലിയൊരു ശ്രമം ശശി തരൂർ നടത്തി. കേരളത്തിലെ പിന്നെ വിവിധ സാമുദായിക പ്രാതിനിധ്യം അനുസരിച്ചും വിവിധ ആൾക്കാരെ അദ്ദേഹം കണ്ടു. NSSന്റെ സമ്മേളനത്തിൽ പങ്കെടുത്തു, പിന്നെ മുസ്ലിം സമ്മേളനത്തിൽ പങ്കെടുത്തു. അങ്ങനെ കൂടുതൽ ആളുകളെ ആൾക്കാർക്ക് സ്വീകാര്യനാകാനുള്ള എല്ലാ ഇതും നോക്കി. പക്ഷെ ബേസിക് ആയിട്ട്, അടിസ്ഥാനപരമായിട്ട് ഒരു കോൺഗ്രസ് രാഷ്ട്രീയത്തിലൂടെ വന്ന ഒരാളല്ല എന്നുള്ള കേന്ദ്രത്തിൽ ശോഭിക്കാൻ കഴിയാം, കേന്ദ്ര തലങ്ങളിൽ ശോഭിക്കാൻ കഴിയാം. സംസ്ഥാന രാഷ്ട്രീയത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത്ര ഒരു ആൾക്ക് പ്രസക്തിയില്ല എന്ന. അതുകൊണ്ട് തന്നെയാണ് ശശി തരൂർ പക്ഷേ ഇതെല്ലാം വിട്ട് BJP-യുടെ ആ ഒരു ദൗത്യം ഏറ്റെടുത്ത് പോകുന്നത്. കാരണം ഇവിടെ ഇനിയിപ്പോ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വരാനും പരിഗണിക്കത്തില്ല. പിന്നെ കേന്ദ്രത്തിൽ ഈ പറഞ്ഞതുപോലെ അവിടെ ഇനി വലിയ കാര്യമൊന്നുമില്ല. അല്ലെ, കേന്ദ്രത്തിൽ അദ്ദേഹത്തിന് ഇപ്പൊ തന്നെ BJP തന്നെ അദ്ദേഹത്തെ പരിഗണിക്കുന്നുണ്ടല്ലോ, സ്ഥാനങ്ങളിലേക്ക്. പക്ഷേ കോൺഗ്രസ്സുകാർക്ക് അവിടെയൊക്കെ പാളിച്ചകൾ പറ്റുന്നു എന്നുള്ളതാണ്. കൃത്യമായി ശശി തരൂരിനെ പോലെയുള്ള ഒരാൾ കോൺഗ്രസിലുള്ളപ്പോൾ അവര് ഒരു അന്താരാഷ്ട്ര വേദിയിലേക്ക്, അല്ലെങ്കിൽ അന്താരാഷ്ട്ര പൊളിറ്റിക്സിൽ
ഇന്ത്യയുടെ ഭാഗം വാദിക്കുന്നതിന് വേണ്ടി വിടുന്നവരുടെ കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ പേര് നിർദ്ദേശിക്കാതിരുന്നതെന്ന് പറഞ്ഞാൽ തന്നെ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവർ എത്ര അപക്വമായിട്ടാണ് ചിന്തിക്കുന്നുള്ളത്. ഏതായാലും കോൺഗ്രസ് നേതൃത്വത്തിന് അഭിമതനല്ല. രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും പിന്നെ അഭിമതനേ അല്ല, തികച്ചും അനഭിമതനാണ് ശശി. ഒരു കാരണവശാലും അദ്ദേഹം പിന്നെ ഇനി അവര് സ്വീകരിക്കപ്പെടുത്തുമില്ല. എത്ര അദ്ദേഹത്തിന് എന്ത് സ്റ്റേജർ ഉണ്ടെന്ന് പറഞ്ഞാൽ അതൊന്നും പരിഗണിക്കപ്പെടുന്നില്ല. അവരുടെ അദ്ദേഹത്തിന്റെ ആ യോഗ്യതകളൊക്കെ തന്നെയാണ് അദ്ദേഹത്തിന് അവിടെ പിന്നെ എന്താ പറയുക പരിമിതികളായിട്ട് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കാണുന്നത്. അദ്ദേഹത്തിന്റെ യോഗ്യതകൾ തന്നെയാണ് അന്താരാഷ്ട്ര സ്റ്റേജിലുള്ള ഒരു മനുഷ്യനെ ഉൾക്കൊള്ളാനും പ്രവർത്തിക്കാനും കോൺഗ്രസിന് കഴിയത്തില്ല. അദ്ദേഹം ബോധ്യപ്പെട്ട് കഴിഞ്ഞു. ഈ പിന്നെ വിജയകരമായി അദ്ദേഹം ഈ പ്രക്രിയ പൂർത്തിയാക്കുന്നു. ഏത് പ്രക്രിയ? നമ്മുടെ ഈ വിദേശ സന്ദർശനമുണ്ട്, ഇന്ത്യയുടെ ഭാഗം വാദിച്ച്. കാരണം ഒരിക്കൽ അങ്ങനെ സംഭവിച്ചു. അടൽ ബിഹാരി വാജ്പേയി ഈ ഡെലിഗേഷനെ നയിച്ചുകൊണ്ട് UN പോവുകയും അവിടെ കാശ്മീർ പ്രശ്നം അന്താരാഷ്ട്രവൽക്കരിക്കുന്നതിനെതിരെയുള്ള ഒരു നിലപാട് എടുപ്പിക്കാൻ കഴിയുകയും ചെയ്തു. ഒരിക്കൽ അന്ന് അദ്ദേഹം പ്രതിപക്ഷത്തിരിക്കുന്നു. അതുപോലെ ഒരു വലിയ സ്ഥാനം ശശി തരൂർ നേടിയെടുത്ത് കൂടുന്നില്ല. കാരണം അതിന് ഏറ്റവും യോഗ്യനായ വ്യക്തി അദ്ദേഹമാണല്ലോ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കേരളത്തിലെ സ്പേസിൽ അത് വിട്ടുകഴിഞ്ഞു. അദ്ദേഹം മനസ്സിലാക്കിയത് അദ്ദേഹം ശ്രമിച്ചു നോക്കിയതാണ് കേരളത്തിലെ പൊളിറ്റിക്സ് എത്രത്തോളം അത് നടക്കില്ല എന്ന് മനസ്സിലാക്കി. പക്ഷേ സുധാകരനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കരുതുന്നതിനപ്പുറമുള്ള ഒരു ഇമേജ് സുധാകരനുണ്ട് എന്നുള്ളതാണ്. അല്ല, ഈ ഭരണവിരുദ്ധ വികാരം നന്നായി അലയടിക്കുമ്പോഴും കോൺഗ്രസിൽ ഈ തമ്മിലടിയും നേതൃത്വത്തിന്റെ, അതായത് നല്ല നേതാവിന്റെ അപര്യാപ്തതയാണ് കോൺഗ്രസിനെ പിന്നോട്ടടിക്കുന്നത്. കാരണം നല്ല യുവനിര കോൺഗ്രസിനുണ്ട്. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ ശക്തമായൊരു ജനവികാരം എതിരാണ് ഈ CPM-നെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇത്രയും ഏകദേശം 9 വർഷത്തോളമായി ജനദ്രോഹ നടപടികളുമായി മുന്നോട്ട് പോകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾക്ക് വലിയൊരു വിരോധം വന്നിട്ടുണ്ട്. ഒരു ജനവിരുദ്ധ വികാരം ശക്തമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അതിനെ മുതലെടുക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല. സാർ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഈ ഉമ്മൻചാണ്ടിയെ പോലെ ഒരാളിൻ്റെയൊക്കെ ഒരു അഭാവം ഇപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കാൻ സുധാകരനാകുമോ? ഇപ്പോൾ കരുണാകരന് ഉമ്മൻചാണ്ടി രണ്ടുപേരോട് ഏറ്റവും അടുത്ത കാലത്ത് ഈ പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം AK ആന്റണി, കരുണാകരൻ, ഉമ്മൻചാണ്ടി ഇവര് 3 പേരും സ്വീകാര്യരായിരുന്നു. ഈ പറഞ്ഞതുപോലെ നരേന്ദ്രമോദിയെ പോലെ, അതായത് ഒരു എതിരഭിപ്രായം പാർട്ടിയിൽ നിന്ന് നരേന്ദ്രമോദിക്കെതിരെ വരില്ല. പിണറായി വിജയൻ അതുപോലൊരു നേതാവിനെയാണ് ഇനി കോൺഗ്രസിന് വേണ്ടത്. അതുപോലെ ഒരു നേതാവിനെ എന്തായാലും കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്ന് കിട്ടത്തില്ല. അത് 100%. പിന്നെ നമുക്ക് പല പരിഗണനകൾ വെച്ചുകൊണ്ടുള്ള ഒരു പിന്നെ കാര്യങ്ങളെ പറ്റത്തില്ല. അതിൽ സുധാകരന് അനുകൂലമായ ഘടകങ്ങൾ കുറേയേറെ ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. ഏറ്റവും പ്രധാനം ഇത് തന്നെയാണ്. ഈഴവ സമുദായത്തിൽ ഒരു മുഖ്യമന്ത്രി എന്ന ഒരു ലീഡർ എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിന് വലിയ പ്ലസ് പോയിന്റ് ആയിരുന്നു. അദ്ദേഹത്തിന് അങ്ങനെയാണ് തന്നെ. പിന്നെ അദ്ദേഹം കേരളത്തിലെ രാഷ്ട്രീയത്തിൽ, കണ്ണൂർ രാഷ്ട്രീയത്തിൽ നിന്ന് പറഞ്ഞത് പുരുതി നേടിയെടുത്ത വ്യക്തിത്വം അദ്ദേഹത്തിന്റെ. ബേസിക്കലി ഈഴവ സമുദായത്തിൽ നിന്നൊരു മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ ഇപ്പൊ ഈഴവ സമുദായം മുഴുവൻ ഇത് കോൺഗ്രസിൽ നിന്ന് അകന്ന് പോയ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. കാരണം ഇപ്പൊ ഈ സുധാരണ മാറ്റിയതിലൂടെ തന്നെ ശരിക്കും ഒരു ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ഒരാളെ കൊണ്ടുവന്നപ്പോൾ തന്നെ ഈഴവ സമുദായത്തിന് അത് അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ CPM-ൽ പരമ്പരാഗതമായി ഈഴവ സമുദായം വളരെ ശക്തമായി നിലയുറപ്പിച്ചിരുന്നു. അന്ന് പ്രബുദ്ധരായ രീതിയിൽ അവർ ഒന്നും നോക്കാതെ വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു CPM-ന്, ജാതി പോലും നോക്കാതെ. പക്ഷേ VD ജയസ് എന്നുള്ള ഒരു സംവിധാനത്തിലൂടെ കുറേയേറെ പേരെ BJPക്ക് സമാഹരിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ കോൺഗ്രസിൽ ഇനി ഈഴവ സമുദായത്തിന്റെ വോട്ടിന് പ്രസക്തി ഉണ്ടോ? അല്ല, തീർച്ചയായിട്ടും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അടൂർ പ്രകാശ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയുള്ള ഒരു ചെറിയ മീനല്ല എന്നുള്ളതാണ്. അദ്ദേഹം ഈ ആറ്റിങ്ങിൽ നിന്ന് 2 തവണയും ജയിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ പോൾ മാനേജ്മെന്റിൽ അദ്ദേഹത്തെ പോലെ വിദഗ്ധരായ ഒരാൾ. കോന്നിയിലാണെങ്കിൽ അദ്ദേഹം ഓരോ തവണയും തന്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ടാണ് കോന്നിയിൽ ജയിച്ചത്. അദ്ദേഹം ആദ്യം പിന്നെ കോന്നിക്കാരനല്ലാത്തതുകൊണ്ട് അടൂരിൽ അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കാതിരുന്നപ്പോൾ ഉള്ള ഒരു പ്രതിഷേധം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പിന്നെ ആ അർത്ഥത്തിൽ അദ്ദേഹം ഈ സമുദായത്തെ കൂടെ നടത്തുന്ന ഒരു വലിയ സ്വാധീനമുള്ള ആളാണ്. ഈ സമുദായത്തിനിടയിലും SNDP യോഗത്തിലും ഒക്കെ വലിയ സ്വാധീനമുള്ള ആളാണ് അടൂർ പ്രകാശ്. അപ്പോൾ അടൂർ പ്രകാശ് അടക്കമുള്ളവര് സുധാകരനെ പിന്തുണയ്ക്കാൻ സാധ്യതയുണ്ട്. അദ്ദേഹം ഒരു കുഴപ്പമില്ലാത്ത ഒരു സ്ഥാനത്താണ് UDF-ന്റെ കൺവീനർ എന്ന നിലയിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു വന്നത് ഇപ്പൊ കരുണാകരന്റെയോ AK ആന്റണിയുടെയോ ഉമ്മൻചാണ്ടിയുടെയോ നിലയിലേക്ക് ഉയരാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും സുധാകരനെ സംബന്ധിച്ചിടത്തോളം ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ്. KPCC പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിൽ അദ്ദേഹം നിർദ്ദേശിച്ച ആളെ തന്നെ KPCC പ്രസിഡന്റ് ആക്കി എടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. നിയമസഭയിലേക്ക് മത്സരിക്കാൻ സീറ്റ് ലഭിക്കുമെന്നുള്ള ഉറപ്പും ഏതാണ്ട് അദ്ദേഹം നേടിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും അദ്ദേഹത്തിന്റെ ലക്ഷ്യം അത് തന്നെയാണ്. പിന്നെ ഈ പൊരുതി നിൽക്കുന്ന ഒരു നേതാവ് എന്നൊരു പ്രതിച്ഛായ അദ്ദേഹം സൃഷ്ടിച്ചിട്ടുണ്ട്. കേരളത്തിൽ CPM-നെതിരെ പൊരുതി നിൽക്കുന്ന, അതിന് നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന ഒരു പ്രതിച്ഛായ അദ്ദേഹം സൃഷ്ടിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഈ ശക്തമായ ഒരു യുവനിര കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴുണ്ട്. വർക്കിംഗ് കോൺഗ്രസ് പ്രസിഡന്റുമാരടക്കമുള്ള ഒരു യുവനിര കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അവരുടെ പിന്തുണ കൂടി ആർജിക്കാൻ കഴിഞ്ഞാൽ, പൂർണ്ണമായ പിന്തുണ കൂടി ആർജിക്കാൻ കഴിഞ്ഞാൽ സുധാകരന് തീർച്ചയായിട്ടും
ഒരു ലീഡർ എന്ന് പറയുന്ന ഒരു നേതൃത്വത്തിലേക്ക് ഒരു സങ്കല്പത്തിനനുസൃതമായി മുന്നേറാൻ കഴിയുമെന്ന് വേണം കരുതാൻ. താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.